നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചിരിക്കുകയാണ്. US മുന്നോട്ട് വെച്ചത് 28 കാര്യങ്ങളടങ്ങിയ സമാധാന പദ്ധതിയാണ്. ഈ സമാധാന പദ്ധതി അംഗീകരിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തയ്യാറായതായാണ് അറിയുന്നത്. ദിവസങ്ങൾക്കകം അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണുമെന്നും സെലൻസ്കി പറയുന്നുണ്ട്. ഉചിതമായ സമാധാന പദ്ധതിയാണ് മുന്നോട്ട് വെച്ചതെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. 9 മാസത്തിനിടെ 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അവകാശവാദങ്ങളൊക്കെ നടന്നോട്ടെ, പക്ഷേ 3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴിയാണ് തെളിയുന്നത്. അത് നല്ലതാണ്. റഷ്യ കൂടി അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രം ആ ഒരു കടമ്പ കൂടിയുണ്ട് ഇനിയിപ്പോൾ ട്രംപിന് മുന്നിൽ. നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ തൊഴിൽ മേഖലയിലെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നു. പത്മകുമാറിൽ നിന്ന് ഇനിയും SITക്ക് നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട്. അതെങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആദ്യം തൊഴിൽ മേഖലയിലെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. പുതിയ ഭേദഗതികൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ. സംയുക്ത കിസാൻ മോർച്ചയും പങ്കെടുക്കും. കേരളത്തിൽ ജില്ലാതലങ്ങളിൽ CITU, INTUC സംഘടനകളുടെ പ്രതിഷേധ സദസ്സ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന സാധ്യതകൾ തെളിയുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 28 സമാധാന പദ്ധതി യുക്രൈൻ അംഗീകരിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. മോസ്കോയിലെയും കീവിലെയും പ്രത്യേക പ്രതിനിധികളെ അയക്കും. പുടിൻ സെലൻസ്കി ഉപേക്ഷിച്ച് ചർച്ച നടക്കുക അവസാന ഘട്ടത്തിലെന്നും ട്രംപ്. പ്രതികരിക്കാതെ റഷ്യ. സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് തമിഴ്നാട് സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് സംസ്ഥാനം, സ്റ്റേ ചെയ്യണമെന്ന് CPM-ഉം കോൺഗ്രസും ലീഗും. അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി കേട്ട ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധി. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ പൊരുതുന്നു. ഒരു ദിവസവും 8 വിക്കറ്റും ശേഷിക്കെ ജയിക്കാൻ വേണ്ടത് 522 റൺസ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കും തോൽവി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകൾക്കെതിരെ തൊഴിലാളി സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന്. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. സംയുക്ത കിസാൻ മോർച്ചയും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KK പ്രസാദും കോഴിക്കോട് നിന്ന് S വിനേഷ് കുമാറും ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകൾ, അതിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ. BMS മാത്രമാണ് മാറി നിൽക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ രാവിലെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? 29 തൊഴിൽ നിയമങ്ങളാണ് രാജ്യത്താകെ തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ തൊഴിൽ നിയമങ്ങളാണ് പരിഷ്കരിച്ച 4 കോഡുകളാക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുള്ളത്. വേതന കോഡ്, വ്യവസായ അനുബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ്, തൊഴിൽ കോഡ്. അങ്ങനെ 4 തരത്തിൽ ഓരോ മേഖലകൾ തിരിച്ച് ഒരു കോഡ്, തൊഴിൽ ലേബർ കോഡ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് അസംഘടിത മേഖലയിലുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, ഈ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും അവർക്ക് കൂടുതൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നത്. മറിച്ച് മറ്റ് യാതൊരു തരത്തിലുള്ള ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും വ്യക്തമാക്കുന്നത്. മാത്രമല്ല
എല്ലാവർക്കും ഇതുകൊണ്ട് ഗുണം തന്നെയാണ് ഉണ്ടാവുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വേതനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ നിയമവ്യവസ്ഥയുടെ ഭാഗമായി, പുതിയ വ്യവസ്ഥയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത്, വലിയ തരത്തിൽ മുതലാളിമാർക്ക്, കമ്പനി ഉടമകൾക്കൊക്കെ തന്നെ ഗുണകരമാകുന്ന തരത്തിലാണ് ഈ ലേബർ കോഡുകൾ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ഒന്നിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിലെ കൂലികളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ നിശ്ചയിക്കുന്നത് ഇത്തരം സംവിധാനങ്ങൾ തന്നെയാണ്. മാത്രമല്ല, അവിടെ ഏതെങ്കിലും തരത്തിൽ തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനമടക്കം നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തൊഴിൽ വ്യവസ്ഥയിലെ ഈ പുതിയ കോഡിൽ പറയുന്നത് ഒന്നെങ്കിൽ 10% അല്ലെങ്കിൽ 100 തൊഴിലാളികളോ ഉള്ള ഇടങ്ങളിൽ മാത്രമാണ് തൊഴിലാളി സംഘടനകൾക്ക് പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. ആ സംഘടനകളുടെ ഭാരവാഹികൾ പൂർണ്ണമായും ആ സ്ഥാപനത്തിലുള്ള ആളുകളായിരിക്കണം. അതായത് പുറത്തുനിന്ന് തൊഴിൽ മേഖലയുമായി ബന്ധമില്ലാത്ത ആളുകളെ സംഘടനാ ഭാരവാഹികളാക്കാൻ അനുവദിക്കില്ല. അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ ഈ കോഡുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊന്നും തന്നെ അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. മാത്രമല്ല, നോട്ടീസ് നൽകാൻ, അതായത് സമരം ചെയ്യണമെങ്കിൽ 14 ദിവസം മുൻപേ നോട്ടീസ് നൽകണം. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 5 വർഷത്തിൽ ഒരിക്കലാണ് വേതനം പുനഃക്രമീകരിക്കാൻ തന്നെ പരിഷ്കരിക്കാനൊക്കെ തന്നെ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അതിൽ തന്നെ അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പരിഷ്കരിക്കണമെന്നൊക്കെ തന്നെയാണ്. അപ്പൊ തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ് രാജ്യത്ത് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. നിലവിലുള്ള കൂലി പരിഷ്കരിക്കുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതെ. പക്ഷേ ഈ 5 വർഷത്തിലൊരിക്കൽ എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ സംയുക്ത തൊഴിലാളി സംഘടനയാണ് ഇതുമായി, ട്രേഡ് യൂണിയനുകളാണ് ഇതുമായി ബന്ധപ്പെട്ട സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. BMS പങ്കെടുക്കുന്നില്ല. നേരത്തെ ഇത്തരത്തിൽ ഈ കോഡുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ, അതായത് ഒരു ഘട്ടത്തിൽ പാർലമെന്റിലേക്ക് വിജ്ഞാപനത്തിലേക്ക് കാര്യങ്ങൾ വന്നതാണ്. അന്ന് അതിന്റെ തുടക്കത്തിൽ നിന്ന് പിന്മാറാനുള്ള കാര്യം BMS ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചെറിയ എതിർപ്പുകൾ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീടാണ് ഈ കഴിഞ്ഞ ദിവസം മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങുകയൊക്കെ ചെയ്തത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് രാജ്യവ്യാപകമായി ട്രേഡ് യൂണിയനുകൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ തൊഴിലാളി സംഘടനകളും അവരുടെ ശക്തിയുള്ള സംസ്ഥാനങ്ങൾ അതാത് രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ സംയുക്ത കിസാൻ മോർച്ചയും ഇതുമായി ബന്ധപ്പെട്ട സമരത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നുണ്ട്. അവർ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ എല്ലാം തന്നെ ഈ ലേബർ കോഡിന്റെ പകർപ്പുകൾ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. മായ, പ്രശാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊടുത്ത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകൾക്കെതിരെ തൊഴിലാളി സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇന്ന്. പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിനീഷ് കൂടി ചേരുകയാണ്. വിനീഷ്, കേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കേരളത്തിലും ഐക്യദാർഢ്യം തന്നെയാണ് ഇന്നത്തെ സമരത്തിന്? കേരളത്തിലും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും ഇതിൻ്റെ ഭാഗമാവും. എന്തായാലും ഇന്ന് രാവിലെ 10:30 പ്രധാനമായും ഇത്തരത്തിലുള്ള മാർച്ചും മറ്റു പരിപാടികളുമുള്ളത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് മാർച്ചുള്ളത്. കോഴിക്കോട് എളമരം കരീമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ KUWJ മാധ്യമപ്രവർത്തകരുടെ സംഘടന ഉൾപ്പെടെ സമരരംഗത്ത് സമരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാവും. നമുക്കറിയാം 4 കോഡുകളുണ്ട്. ഈ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണ് എന്നത് ഉൾപ്പെടെയാണ്. കാരണം 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഒപ്പം തന്നെ സമരം ചെയ്യാൻ പോലും ഉടമയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടേത്. ഇതിൽ മാറ്റം വരുത്തണം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലവിലുള്ള തൊഴിലാളി നിയമങ്ങളെ അവർ തീരെഴുതി തൊഴിലാളി വിരുദ്ധമായൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. എത്രയോ കാലങ്ങളോളം സമരം ചെയ്തും പ്രതിഷേധിച്ചും ഉണ്ടാക്കിയെടുത്ത തൊഴിലാളി സംരക്ഷണ പ്രവർത്തനങ്ങളെ മുച്ചൂടും നശിപ്പിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള 4 ലേബർ കോഡുകളും എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സമരം വരും ദിവസങ്ങളിൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇത് ആദ്യം ഒരു സൂചന പണിമുടക്ക് മാത്രമാണ്. അതിനുശേഷമായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ തൊഴിലാളി സംഘടനകൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. മായ, വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡിനെതിരെ സമരം കടുപ്പിക്കാനാണ്, പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുകയാണ് തൊഴിലാളി സംഘടനകൾ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദേവിക ചേരുകയാണ്. ദേവിക,
എന്താണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? ഇന്നത്തെ ഒരു അലർട്ടുകളൊക്കെ ഏത് വിധത്തിലാണ്? മായ, കന്യാകുമാരി കടലിന് സമീപത്തായുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതിന്റെ ഒരു പ്രഭാവത്തിൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തെക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ശനിയാഴ്ച വരെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തലസ്ഥാനത്ത് ഇന്ന് മഴ കുറവുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് 140 അടിയിൽ എത്തി. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് തമിഴ്നാട്. നവംബറിലെ പരമാവധി സംഭരണശേഷി 142 അടിയാണ്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. ഈ വർഷം ഇതുവരെ 2 തവണ അണക്കെട്ട് തുറന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. എങ്ങനെയാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് തമിഴ്നാട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ? മായ, മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഇപ്പോൾ 140 അടിയായി ഉയർന്നിട്ടുണ്ട്. സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് തമിഴ്നാട് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ജലനിരപ്പ് 140 അടിയിലെത്തിയത്. വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തമിഴ്നാട് നിർത്തിവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴയും പെയ്തു. ഇതേ തുടർന്നാണ് ജലനിരപ്പ് അതിവേഗം ഉയർന്നത്. ജലനിരപ്പ് കഴിഞ്ഞ ദിവസം 133.75 അടിയായിരുന്നു. 20-ാം തീയതിയാണ് 135 അടിയിലേക്ക് എത്തിയത്. ഇതിനുശേഷമാണ് പിന്നീട് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്തിവെച്ചത്. തുടർന്ന് ജലനിരപ്പ് ഉയരുകയായിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് 140 അടിയിലെത്തിയതിനെ തുടർന്ന് തമിഴ്നാട് വീണ്ടും വെള്ളം കൊണ്ടുപോകുന്നത് പുനരാരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 400 ഘനയടി വെള്ളമാണ് തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇനി താഴാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം പരമാവധി അണക്കെട്ടിൽ സംഭരിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് 142 അടിയാണ്. അതുകൊണ്ട് തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം കരുതുന്നത്. മാത്രവുമല്ല, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. 2 ദിവസമായി ഇടുക്കിയിലും അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്തും ശക്തമായ വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജലനിരപ്പ് ഉയരില്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. മായ, MC ബോബനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എത്യോപ്യയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുള്ള പുകയും പൊടിപടലങ്ങളും സംസ്ഥാനങ്ങളിൽ നിന്നും പൂർണ്ണമായും നീങ്ങി. ചൊവ്വാഴ്ച രാത്രി 10:30 ഇവ നീങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൈനയുടെ ഭാഗത്തേക്കാണ് മേഘപടലങ്ങൾ നീങ്ങിയത്. തിങ്കളാഴ്ച രാത്രിയാണ് വിവിധ ഇടങ്ങളിലേക്ക് പുകയും പൊടിയും എത്തിയത്. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ സാരമായി ബാധിച്ചിരുന്നു. രാജ്യത്തെ വിമാന സർവീസുകൾ താളം തെറ്റിയിരുന്നു. ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തു. നിലവിൽ ആശങ്കപ്പെടാനില്ലെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഹർജികളിൽ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് CPM-ഉം കോൺഗ്രസും ലീഗും ആവശ്യപ്പെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ ഇടപാടുകൾ SIT വിശദമായി പരിശോധിക്കും. ഭരണ നേതൃത്വത്തിലുള്ളവരടക്കം കൂടുതൽ പേർക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധി പറയും. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, പത്മകുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് SIT. ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാറിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും SITക്ക് അറിയാനുണ്ട്. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ ഇനിയിപ്പോഴുള്ള ചോദ്യം ചെയ്യലുകൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ കസ്റ്റഡിയിൽ വാങ്ങൽ നിർണായകമല്ലേ?
തീർച്ചയായിട്ടും മായ സൂചിപ്പിച്ചതുപോലെ തന്നെ എ പത്മകുമാറിന്റെ മൊഴി ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമാണ്. മുൻപ് ഈ എ പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന 2 അംഗങ്ങളെ ജയശങ്കറിനെയും ശിവശങ്കറിനെയും ഈ വിജയകുമാറിനെയും നേരത്തെ SIT മൊഴിയെടുത്തിരുന്നു. എങ്കിലും അവർക്കെതിരെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ നൽകിയ മൊഴിയാണ് ഈ കേസിൽ പത്മകുമാറിന് വിനയായത്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന സമയത്ത് രേഖകളിൽ എ പത്മകുമാർ കൃത്രിമം കാണിച്ചു എന്ന മൊഴി ഈ 2 അംഗങ്ങളും നൽകിയിരുന്നു. ആ മൊഴിയെ തുടർന്നാണ് ഇത്തരത്തിൽ പത്മകുമാറിലേക്ക് അറസ്റ്റ് നീളുന്നതൊക്കെ. എന്തായാലും ഇന്ന് SIT പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാർ എന്ത് പറയുമെന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം പത്മകുമാർ മുൻപ് മൊഴി നൽകിയിരുന്നത് സർക്കാർ ദേവസ്വം ബോർഡിന് കൈമാറിയ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ നേതൃത്വത്തിലുള്ളവർ, ഭരണ നേതൃത്വത്തിലുള്ള ആരിലേക്കെങ്കിലും ഇത്തരത്തിൽ ഈ അന്വേഷണം നീളുമോ, അവർക്കെതിരെ തെളിവുകൾ കിട്ടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു കേസിൽ വളരെ നിർണായകമാണ്. അതേസമയം മുരാരി ബാബു നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെ ജയശ്രീ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. നിലവിൽ ജയശ്രീയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ ആ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥ മാത്രമായിരുന്നു താനെന്നാണ് ജയശ്രീ നേരത്തെയും വാദിച്ചിരുന്നത്. എന്തായാലും ആ ഒരു കേസിലും ഇത്തരത്തിൽ ഇന്നൊരു വിധി ഉണ്ടാകും. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ ഇടപാടുകളടക്കം SIT വിശദമായി പരിശോധിക്കും എന്നാണ് അറിയുന്നത്. 3 വർഷവും 9 മാസവും പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന സാധ്യതകൾ തെളിയുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 28 ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉടമ്പടി യുക്രൈൻ അംഗീകരിച്ചുവെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. എന്നാൽ സമാധാന പദ്ധതിയെക്കുറിച്ച് ക്രെംലിൻ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ജനീവയിൽ നടന്ന സജീവ ചർച്ചകൾക്ക് പിന്നാലെയാണ് സമാധാന പദ്ധതിയിൽ പൊതുധാരണയിലെത്തിയെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ തയ്യാറെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുത്തിയത്. തന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് മോസ്കോയിൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സൈനിക സെക്രട്ടറി ഡാൻഡ്രിസ് സെലൻസ്കിയുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പോസ്റ്റ് ചെയ്തു. ഉടമ്പടി അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും താൻ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. In 9 months, and we're working on that final war. It's not easy, but I don't know. I think we're going to get there. 25,000 soldiers, Ukraine, Russia. In the last month, 25,000 soldiers have died. So I think we're getting very close to a deal. We'll find out. I thought that one would have been. അതേസമയം സമാധാന ഉടമ്പടിയെക്കുറിച്ച് ഇതുവരെ റഷ്യയുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നാണ് ക്രെംലിൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജനീവ ചർച്ചകളിൽ ഒരാഴ്ച മുൻപ് രൂപപ്പെട്ട കരടിലെ ഭേദഗതികളിൽ ക്രെംലിൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അബുദാബിയിൽ നടന്ന ചർച്ചകളിൽ റഷ്യയുടെ ആശങ്കകൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കുറ്റപ്പെടുത്തി. യൂറോപ്പ് US സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനുള്ള സുരക്ഷാ ഉറപ്പ്, യുക്രൈന്റെ നാറ്റോ പ്രവേശനം, സംഘർഷ മേഖലകളുടെ നിയന്ത്രണം തുടങ്ങി യാഥാർത്ഥ്യവും ആഴത്തിലുള്ളതുമായ വിഷയങ്ങളിൽ ഇനിയും ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്ന സൂചനയുമുണ്ട്. റഷ്യ പിടിച്ചെടുത്ത ഡൊണേറ്റ്സ്ക്, ലുഹാൻസ് മേഖലകൾ ഉൾപ്പെടുന്ന കിഴക്കൻ ഡോൺബാസിൽ നിന്ന് യുക്രൈൻ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്ന സുപ്രധാന ആവശ്യമാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. നയതന്ത്ര നീക്കങ്ങൾ സജീവമായി നടക്കുമ്പോഴും യുക്രൈനിലെ സാപ്പോറിഷ്യ ലക്ഷ്യമിട്ട് റഷ്യൻ സൈന്യം വ്യോമാക്രമണങ്ങൾ തുടരുന്നത് സംഘർഷത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ശബരിമലയിലേക്ക് ഭക്തരുടെ പ്രവാഹം തുടരുകയാണ്. നട തുറന്ന ആദ്യ മണിക്കൂറിൽ 12,000-ഓളം ഭക്തരാണ് ഇന്ന് 18ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. 6 മണിക്കൂറിൽ അധികം ക്യൂ നിന്നാണ് ഭക്തർ ഇന്നും ദർശനം നടത്തുന്നത്. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗിന് ഇന്നും നിയന്ത്രണം ഏർപ്പെടുത്തി. 5000 പേർക്ക് മാത്രമാണ് ഇന്നും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. രജിത്ത്, ഇന്ന് നല്ല തിരക്കുണ്ട് അല്ലേ രാവിലെ?
തീർച്ചയായും മായ, ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ ഏകദേശം 89,000-ഓളം അയ്യപ്പ ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തി. എന്നാൽ ഇന്നലെയും 5,000 പേർക്ക് മാത്രമായിരുന്നു വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരുന്നെങ്കിലും 5,226 അയ്യപ്പ ഭക്തരാണ് ഇന്നലെ വെർച്വൽ ക്യൂ വഴി സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. വെർച്വൽ ക്യൂ വഴി 70,000-ഓളം അയ്യപ്പ ഭക്തർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നും തിരക്കു നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം നിയന്ത്രിച്ചിട്ടുള്ളത്. 5,000 മാത്രമാണ് ഇന്നും സ്പോട്ട് ബുക്കിങ്ങിന് അനുമതി നൽകിയിട്ടുള്ളത്. നിലവിൽ പമ്പയിൽ നിന്നും അതുപോലെ തന്നെ നിലയ്ക്കൽ നിന്നും അയ്യപ്പ ഭക്തർക്ക് പമ്പയിലേക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും എത്തുന്നതിന് കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്കുകളായി തിരിച്ചാണ് അയ്യപ്പ ഭക്തരെ ദർശനത്തിന് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ അയ്യപ്പ ഭക്തർ ക്യൂ നിന്നുകൊണ്ടാണ് ശബരിമലയിൽ 18ാം പടിയിലേക്ക് എത്താൻ തന്നെ കഴിയുന്നത്. നിലവിൽ സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എന്നാൽ താഴേക്ക് അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു. കഴിഞ്ഞ പുലർച്ചെയിലും അയ്യപ്പ ഭക്തർ പുലർച്ചെ മുതൽ തുടങ്ങിയ അതേ തിരക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അത്തരത്തിൽ നിയന്ത്രണത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് എത്താൻ കഴിയുന്നത്. കൂടുതലായും അന്യ സംസ്ഥാന അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ കൂടുതലായും ദർശനത്തിന് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വളരെ വലിയൊരു തിരക്ക് തന്നെ കഴിഞ്ഞ 3 ദിവസമായി ശബരിമലയിൽ തുടരുകയാണ്. എന്തിനായാലും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക അനൗൺസ്മെന്റ് അടക്കം നടത്തുന്നുണ്ട്. ദർശനം നടത്തിയവർ വളരെ വേഗത്തിൽ തിരികെ പോകുന്നതിനും മറ്റുള്ളവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്ന് തുടങ്ങിയ കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പോലീസ് സേന ഇന്ന് മുതൽ ചുമതലയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സേവനത്തിലുണ്ടായിരുന്ന പോലീസ് ടീം മാറി പുതിയ ടീമാണ് ഇന്ന് മുതൽ സേവനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ നിയന്ത്രണത്തിൽ കർശനമായ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നത്. കാരണം സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ ദർശനം ഒരുക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അത്തരത്തിൽ പമ്പയിൽ നിന്നടക്കം ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. രജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമലയിൽ ഇന്ന് നല്ല തിരക്കുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ലണ്ടനിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള സ്വീകരണം. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അമ്മ ലണ്ടനിൽ എത്തിയത്. ജർമ്മനിയിലെ മാതാ അമൃതാനന്ദമയി സെന്റർ, ബ്രോംബാസ്റ്റാൽ എന്നിവിടങ്ങളിലെ 3 ദിവസത്തെ പരിപാടികൾക്ക് ശേഷം ലണ്ടനിലെത്തിയ അമ്മയെ മക്കൾ ഭക്തിയാദരപൂർവ്വമാണ് വരവേറ്റത്. 6 വർഷത്തിന് ശേഷം ലണ്ടനിലെത്തിയ അമ്മയെ ഒരു നോക്ക് കാണാനും ആ മാതൃസ്നേഹം നുകരാനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ലണ്ടൻ എഷറിലെ സാൻഡൗൺ പാർക്ക് റേസ് കോഴ്സിലെത്തിയത്. പുഷ്പങ്ങളാൽ അലങ്കരിച്ച വേദിയിലേക്ക് അമ്മയെ മക്കൾ സ്നേഹാദരപൂർവ്വം വരവേറ്റു. വേദിയിലെത്തിയ അമ്മയെ ലെസ്റ്റർ ഈസ്റ്റ് മണ്ഡലത്തിലെ പാർലമെന്റ് അംഗം ശിവാനി രാജ്നീകാന്ത് രാജ, സാഹസിക യാത്രികയും എഴുത്തുകാരിയും 2012 ലണ്ടൻ പാരാലിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവുമായ ഡോക്ടർ കാരൻ ഡാർക്ക്, ബ്രിട്ടീഷ് സംരംഭകയും മുൻ ടെലിവിഷൻ അവതാരകയുമായ പോപ്പി ജേമി എന്നിവർ ഹാരാർപ്പണം ചെയ്തു. അമ്മ പകരുന്നത് സ്നേഹം മാത്രമാണെന്നും ആ സ്നേഹത്തിനു മുന്നിൽ ജാതി, മതം, വർഗം, ദേശീയത എന്നിവയുടെ അതിരുകളില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശിവാനി രാജ്നീകാന്ത് രാജ പറഞ്ഞു. അമ്മയുടെ മാതൃകാപരമായ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് അവർ നന്ദിയും അറിയിച്ചു. What has always stood out to me in Amma's message is its simplicity and universality. She reminds us that love is our true essence and that love has no limitations of caste, religion, race or nationality.
Thank you for your example of this tireless service and for the humanitarian hope and comfort you continue to offer so many people around the world. ലോകശാന്തിക്കായി അമ്മയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. മനസ്സിന് ശാന്തി വരുത്തിയാൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുമെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ അമ്മ പറഞ്ഞു. യഥാർത്ഥ ധ്യാനം പരിശീലിച്ചാൽ മനസ്സ് ശുദ്ധമാകും, വ്യക്തിയും അതുവഴി ശുദ്ധീകരിക്കപ്പെടും. ഇതിലൂടെ ലോകത്ത് സമാധാനവും ശാന്തിയും കൈവരുമെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. മൂന്ന് ദിവസത്തെ പരിപാടികൾക്കായി എത്തിയ അമ്മയെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇംഗ്ലണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിലെ മറ്റ് ദേശങ്ങളിൽ നിന്നുമായി ലണ്ടനിലെത്തിയത്. അമ്മയുടെ സാമീപ്യം അവർക്ക് അനുഗ്രഹ പുണ്യമായി. അമ്മയ്ക്കായി അവർ കലോപാസന അർപ്പിച്ചു. ലണ്ടനിൽ നിന്നും യൂറോപ്പ് സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി നെതർലൻഡ്സിലേക്കാണ് അമ്മയുടെ യാത്ര. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദേശ സംസ്കാര അധിനിവേശം അപകടകരമാം വിധം വ്യാപിപ്പിച്ചിരിക്കുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചിലർക്ക് ഭാരതമാതാവിനോട് പോലും തൊട്ടുകൂടായ്മയാണ്. പരിപാടികളിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വയ്ക്കുന്നത് പലരും വിലക്കുന്നു. ഭാരതത്തിൽ സംസ്കാരവും ദേശീയതയ്ക്കും രണ്ടല്ലെന്നും പരസ്പര പൂരകങ്ങളാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കേരള ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദേശീയ നിയമദിന ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ. പ്രകൃതിയുടെ പഴമയുടെ അറിവുകൾ കരുതി വയ്ക്കുന്ന വൈദ്യനാണ് കോതമംഗലം സ്വദേശി അരിയാർ ഗുരുക്കൾ. ആയുർവേദ മരുന്നുകൾക്കുള്ള ഔഷധ സസ്യങ്ങൾ പലതും ലഭ്യമല്ലാതെ മരുന്നുകൾക്ക് ഗുണമേന്മ കുറയുന്നതിനാൽ അവ സ്വന്തമായി നട്ടുവളർത്തി സംരക്ഷിക്കുകയാണ് അരിയാർ ഗുരുക്കൾ. കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ താമസിക്കുന്ന അലിയാർ വൈദ്യൻ വീട്ടിൽ തന്നെയാണ് നാട്ടുചികിത്സ നടത്തുന്നത്. സ്വന്തമായി നിർമ്മിക്കുന്ന ലേഹ്യം, എണ്ണ, പൊടികൾ എന്നിവ മാത്രമാണ് രോഗികൾക്ക് നൽകുന്നത്. ഇതിനായി വീട്ടുവളപ്പിൽ 100-ൽ പരം ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സത്യമംഗലത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു നാട്ടുവൈദ്യൻ പകർന്നു നൽകിയ ചികിത്സാ അറിവുകൾ കൊണ്ടാണ് താൻ ചികിത്സ തുടങ്ങിയതെന്ന് ഇദ്ദേഹം പറയുന്നു. അതാണ് ഞാൻ പുറത്ത് പോയൊരു മരുന്ന് മേടിക്കില്ല. മരുന്ന് മേടിച്ചാൽ എല്ലാ മരുന്നിനകത്ത് കള്ളത്തരാണ്. അത് ശരിയായ മരുന്നല്ല. കുറുന്തോട്ടി ചോദിച്ചാൽ ഊരം തരും. അപ്പം അതുകൊണ്ട് അങ്ങനെ കടയിൽ നിന്ന് പോയി ഞാൻ മരുന്ന് മേടിക്കുന്ന ആളല്ല. ഞാനത് സ്വന്തം നടന്ന് കളക്ട് ചെയ്ത് കിട്ടിയാലാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വരും, അവർക്കൊക്കെ കൊടുക്കും. അതിന് എണ്ണകളുണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ, താരൻ, വരഞ്ഞുകളിൽ, വളങ്കടി, വെല്ലലിൻ്റെ ഇടയച്ചിൽ, സോപ്പിൻ്റെ ഇളച്ചി, വായ്പുണ്ണ്, കടഭാവട്ടിൽ, ചുണ്ടും മുരിച്ചിൽ, കാല് വരഞ്ഞു കയറൽ. സോറിയാസിൻ്റെ മെയിൻ ഒരു എണ്ണയാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്കിങ്ങനെ സോറിയാസിസ് വന്ന് ഞാൻ അതിൽ പെട്ട് ഇതെങ്ങനെ ഒരാൾ പറഞ്ഞു തന്ന അങ്ങനെ ഒരു വൈദ്യൻ്റെ കൂടെ കൂടിയാണ് അതങ്ങനെ ആയേക്കുന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് 100-ൽ പരം ഔഷധ സസ്യങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ പുരയിടം പ്രകൃതി ഒരുക്കുന്ന ഒരു ഔഷധശാല തന്നെയാണ്. കുറഞ്ഞ സ്ഥലത്തും ഔഷധ സസ്യങ്ങൾ എങ്ങനെ വളർത്താം എന്നതിന് മാതൃകയാണ് അലിയാർ വൈദ്യൻ. പാരമ്പര്യ അറിവുകൾ സംരക്ഷിക്കാൻ അലിയാർ വൈദ്യനെ പോലെയുള്ളവർ സ്വീകരിക്കുന്ന സമീപനം സമൂഹത്തിന് മാതൃകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, ഈ തന്ത്രിമാരുടെ ഒരു മൊഴിയെടുക്കൽ അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് എപ്പോൾ എവിടെ വെച്ചാണ് നടന്നത്? എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ശേഖരിക്കാനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് SIT ഉള്ളത്. അപ്പോഴാണ് ഇത്തരത്തിൽ തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരെ മൊഴിയെടുക്കുമെന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നടൻ ജയറാം അടക്കമുള്ളവരുടെ സാക്ഷിമൊഴിയും രേഖപ്പെടുത്തുമെന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അപ്പോഴാണ് ഇപ്പോൾ പുറത്തൊരു നിർണായക വിവരം വരുന്നത്. 2 തന്ത്രിമാരുടെയും മൊഴി SIT ശേഖരിച്ചു കഴിഞ്ഞു. അവർ നൽകിയിരിക്കുന്ന മൊഴിയിൽ ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്ക് അറിയാമെന്ന കാര്യം 2 തന്ത്രിമാരും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2018 മുതൽ 2025 വരെയുള്ള രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിൽ ഈ ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ തന്ത്രിമാരുടെ അനുമതി വളരെയധികം നിർണായകമാണ്. ആ അനുമതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ തന്ത്രിമാരായ കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനരും ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നുള്ളത് സത്യമാണ്. ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികളുടെ ഈ നിറം മങ്ങുന്നതും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഈ ശ്രീകോവിലിൽ പോകുന്ന സമയത്ത് കാണാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ്. എന്നാൽ ഈ സ്വർണ്ണപ്പാളികൾ നൽകുക, അല്ലെങ്കിൽ അതിന് പുതുതായിട്ടൊരു പുതുക്കിപ്പണികൾ നടത്തുക, അതിന് സ്പോൺസർമാരെ കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തങ്ങൾ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ നൽകാനുള്ള ഈ ഒരു ധാരണാപത്രം നൽകിയതെന്ന് തന്നെയാണ് ഈ തന്ത്രിമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം കൂടുതൽ ഊർജിതമായി നീളുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടൻ ജയറാമിന്റെ മൊഴിയെടുക്കലും ഇതിൽ വളരെ നിർണായകമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള നിർണായകമായ ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ ചോദ്യം ചെയ്യൽ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ശബരിമലയുടെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവിടെ നിന്നും എന്തെങ്കിലും അഴിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവിടെ ചാർത്തുകയോ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതം വാങ്ങി വേണം. അത് ദൈവത്തിൻ്റെ ആളായി നിൽക്കേണ്ടത് തന്ത്രിയാണ്. തന്ത്രിയോട് ചോദിക്കാതെ അത് നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ SITക്ക് തന്ത്രിമാരോട് വിവരങ്ങൾ തേടാതെ നിവർത്തിയില്ല ഈ ഘട്ടത്തിൽ. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി അയ്യപ്പൻ കോവിലിലെ തൂക്കുപാലം സഞ്ചാരികളുടെ മനം കവരുകയാണ്. കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പണിത തൂക്കുപാലം നിരവധി സിനിമകളുടെയും ഇഷ്ട ലൊക്കേഷനാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് അയ്യപ്പൻ കോവിലിലേത്. 2013 ഇടുക്കി ജലസംഭരണിക്ക് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചത്. 200 മീറ്റർ നീളത്തിൽ 2,05 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. ഇടുക്കി ജലാശയത്തിൽ വെള്ളമുയർന്നാൽ പ്രദേശവാസികൾ ഒറ്റപ്പെടുന്ന അവസ്ഥയായിരുന്നു. ഇതിന് പരിഹാരമായാണ് തൂക്കുപാലം നിർമ്മിച്ചത്. ഇത് പിന്നീട് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറി. ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്നവർ കേട്ടറിഞ്ഞ് ഇവിടേക്ക് വന്നു തുടങ്ങി. തൂക്കുപാലത്തിൽ നിന്നുള്ള ഇടുക്കി ജലസംഭരണിയുടെ ദൃശ്യമാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു പാലത്തിൽ ആദ്യമാണ് കയറുന്നത്. വളരെ രസകരമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. വർഷം തോറും ഇവിടേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. എന്നാൽ സന്ദർശകർക്ക് പാലത്തിൽ കയറുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സുരക്ഷയൊരുക്കാനും നടപടിയില്ല. അത് മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇത് ആക്ച്വലി കയറിയപ്പോൾ എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ഒരു കയർ പൊട്ടിക്കഴിഞ്ഞാൽ തീരും. അതുകൊണ്ട് ഇതൊരു ശകലം ഒന്ന് മെയിൻ്റനൻസ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു സജഷനുണ്ട്. ചലച്ചിത്ര പ്രവർത്തകരുടെ ഇഷ്ടകേന്ദ്രമായി തൂക്കുപാലവും പരിസരവും മാറിക്കഴിഞ്ഞു. നിരവധി സിനിമകളും മ്യൂസിക്കൽ ആൽബങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. യുവതലമുറയെയും പരിചയസമ്പന്നരെയും ഒരുപോലെ കളത്തിലിറക്കിയിരിക്കുകയാണ് LDF. തിരുവനന്തപുരം മലയൻകീഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന S സുരേഷ് ബാബുവാണ്. 2014 ഡിവൈഎഫ്ഐയുടെ വിളപ്പിൽ ബ്ലോക്ക് കമ്മിറ്റി അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൽ യൂണിറ്റ് കമ്മിറ്റികളുടെ കരുത്തിൽ തുടങ്ങിയ ഒരു നേരത്തെ ഭക്ഷണ വിതരണം. ആ ആശയമാണ് ഹൃദയപൂർവ്വം എന്ന മനോഹര പദ്ധതിക്ക് പ്രചോദനമായത്. അന്ന് ഡിവൈഎഫ്ഐ വിളപ്പിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ അമരക്കാരനായിരുന്ന S സുരേഷ് ബാബുവാണ് ഇത്തവണ മലയൻകീഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നത്.
മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന സുരേഷ് ബാബു മുന്നോട്ട് വയ്ക്കുന്നത് ഹാപ്പിനെസ് വില്ലേജ് പ്രോജക്ട് അടക്കം നല്ല മാതൃകകളാണ്. വീണ്ടും വിജയം കൈവരിക്കുകയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സുരേഷ് ബാബുവിന്റെ തീരുമാനം. പ്രധാനമായും ഗ്രാമപഞ്ചായത്തിന് വൈസ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിനകത്ത് ഹാപ്പിനെസ് ഗ്രാമം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നടത്തി. അത് വലിയ വിജയകരമായി മാറുകയും ചെയ്തു. നമ്മളെ ആ ഗ്രാമപഞ്ചായത്ത് മേഖലയ്ക്കകത്ത് കുളങ്ങൾ നവീകരിക്കപ്പെട്ടുകൊണ്ട് പാർക്കുകളാക്കി മാറ്റുന്ന രൂപത്തിലേക്കുള്ള വലിയ പദ്ധതി നടപ്പാക്കി. അതുപോലെ തന്നെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും ബഹുമാനപ്പെട്ട MLA ഒക്കെ തന്നെ പിന്തുണയോടുകൂടിയുള്ള നവീനമായ പ്രവർത്തനങ്ങൾക്ക്, വൈവിധ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന മാതൃകകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്താകുമോ എന്ന് കാത്തിരുന്നു കാണണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് രൂപീകരിച്ച ഘട്ടം മുതൽ ഭരണം ഇടതിനൊപ്പമാണ്. കാൽ നൂറ്റാണ്ടായി ഭരിക്കുന്ന പഞ്ചായത്ത് വികസന വഴിയിലൂടെ ഇക്കുറിയും ഭരണം തുടരാമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ LDFന്റെ കുത്തകയായ പഞ്ചായത്ത് ഭരണം ഇക്കുറി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDFും NDAയും. പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ LDF നേതൃത്വം നൽകുന്ന ഭരണസമിതി അധികാരം കൈയാളാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടുകൾ പിന്നിടുകയാണ്. പഞ്ചായത്ത് രൂപീകരിച്ച നാൾ മുതൽ ജനവികാരം ഇടതിനൊപ്പമായിരുന്നു. 17 വാർഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ ഇത്തവണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി 2 വാർഡുകൾ കൂടി വർദ്ധിച്ച് 19 വാർഡുകളിലായാണ് മത്സരം. വികസന പ്രവർത്തനങ്ങളിൽ ബഹുദൂരം സഞ്ചരിച്ച പഞ്ചായത്ത് എന്ന ഖ്യാതിയും പേറിയാണ് ഇടതുപക്ഷം ഇത്തവണ ജനവിധി തേടുന്നത്. നവീനമായ ഒട്ടനവധി പദ്ധതികൾക്ക് 5 വർഷ കാലയളവിൽ നാട് സാക്ഷ്യം വഹിച്ചു. ഒരു ഭരണസമിതി 5 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്ത ഭരണസമിതിയാണ് ഞങ്ങളുടേത്. ആധുനിക മാർക്കറ്റ് കെട്ടിടം, ടേക്ക് എ ബ്രേക്ക്, ആധുനിക ശ്മശാനം, വനിതകൾക്ക് ഫിറ്റ്നസ് സെൻറ്റർ, പബ്ലിക് ജിമ്മ്, ഏറ്റവും ആധുനികമായ UP സ്കൂൾ കെട്ടിടം, കൂടാതെ കുട്ടികൾക്ക് 1 ടേബിൾ 1 ചെയർ. ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പേർക്കും ജലജീവൻ്റെ കണക്ഷൻ കൊടുത്തു. അതുപോലെ അംഗൻവാടികൾ മുഴുവൻ AC ആക്കി. ശീതീകരിച്ച ക്ലാസ് മുറികൾ, വനിതകൾക്ക് വ്യായാമ കേന്ദ്രം, ഓപ്പൺ ജിം, എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും 1 ടേബിൾ 1 ചെയർ പദ്ധതി, എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കി. ആ ക്ലാസ് മുറിക്കുള്ളിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശൗചാലയം, ആദ്യത്തെ ബാലസൗഹൃദ ബജറ്റ് അവതരിപ്പിച്ച പഞ്ചായത്ത് തുടങ്ങി നേട്ടങ്ങൾ പലതാണ് പഞ്ചായത്ത് 5 വർഷത്തിൽ കൈവരിച്ചത്. എന്നാൽ സമഗ്രമായ രീതിയിൽ വികസനം എത്തിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യ പ്രതിപക്ഷമായ UDF നേതൃത്വത്തിന്റെ ആരോപണം. ഈ ഉൽപാദന സേവന മേഖലകളിലൊക്കെ സമ്പൂർണ്ണ പരാജയമാണ് നിലവിലെ പഞ്ചായത്ത് ഭരണ സംവിധാനം. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും ജില്ലാ പഞ്ചായത്ത് ഭരണവും MLAയും ഒക്കെ ഇവർക്കായിട്ട് പോലും ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ദേശീയ ജനാധിപത്യ സഖ്യവും ഏറെ പ്രതീക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. യൂണിയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ജനവിധി തേടാനാണ് NDA നീക്കം. അതേസമയം വികസന കാര്യങ്ങളിൽ പക്ഷപാതിത്വപരമായ സമീപനമാണ് LDF ഭരണസമിതി കാഴ്ചവെച്ചതെന്ന ആരോപണവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 2 മെമ്പർമാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടും കിട്ടാഞ്ഞിരുന്നതുകൊണ്ട് ഞങ്ങളുടെ റോഡുകളും തോടുകളും ലൈഫിൽ തന്നിരിക്കുന്ന വീടുകൾ എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് എല്ലാവരും തർപ്പാള കെട്ടി കിടക്കുകയാണ്. ആ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ. അതിനെ നേരിടാൻ തന്നെയാണ് നമ്മളുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടുന്നത്. രൂപീകരണ ഘട്ടം മുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന പുന്നപ്ര തെക്ക് പഞ്ചായത്ത് വികസനത്തിന്റെ പുതിയ പടവുകൾ താണ്ടി മുന്നേറുമ്പോൾ ആ വികസന തുടർച്ചയ്ക്കൊപ്പമായിരിക്കുമോ ജനഹിതം എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് വിമതശല്യം. 4 സ്ഥാനാർത്ഥികൾ വിമതരായി മത്സരിക്കുന്നുണ്ട്. നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. കട്ടപ്പന നഗരസഭയിലെ 6, 23, 31, 33 എന്നീ വാർഡുകളിലാണ് വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ ആവശ്യമായ പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ച് ഒരു വിഭാഗം മുൻപ് തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് 10 സീറ്റുകളിൽ മത്സരിക്കാൻ ഇവർ പത്രികകളും നൽകി. പിന്നീട് UDF ജില്ലാ നേതൃത്വം ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ 6 പേർ പത്രിക പിൻവലിച്ചു. ഇതോടെ 4 പേരാണ് വിമത സ്ഥാനാർത്ഥികളായി നഗരസഭയിലേക്ക് മത്സരിക്കുന്നത്. മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനെതിരെ മണ്ഡലം ജനറൽ സെക്രട്ടറി റിൻഡോ സെബാസ്റ്റ്യനാണ് വിമത സ്ഥാനാർത്ഥി. മുൻ മത്സരിച്ച 3 തവണയിൽ കൂടുതൽ മത്സരിച്ച് 3 മുതൽ 6 തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് കൊടുത്തത്. ഞങ്ങളെപ്പോലെയുള്ള യുവാക്കൾക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുകയും ചെയ്ത ഒരാളെ പാർട്ടി പരിഗണിക്കുകയും ചെയ്തിട്ടില്ല. മുൻ വൈസ് ചെയർമാൻ KJ ബെന്നിക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ബിജു മത്സരിക്കും. മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടത്തിനെതിരെ മുൻ ബ്ലോക്ക് സെക്രട്ടറി ജോബി സ്റ്റീഫനാണ് റിബൽ സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസിലെ മേഴ്സിക്കുട്ടി ജോസഫിനെതിരെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ബീന ജോബിയാണ് വിമതയായി മത്സരരംഗത്തുള്ളത്. കൂടാതെ നഗരസഭയിലെ 17-ാം വാർഡിൽ UDFന് 2 സ്ഥാനാർത്ഥികളാണുള്ളത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലും കേരള കോൺഗ്രസ് അംഗം സേവ്യർ ചള്ളവയലിലുമാണ് മത്സരരംഗത്തുള്ളത്.
തൊടുപുഴ നഗരസഭ 10-ാം വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും നിലവിൽ കൗൺസിലറുമായ ജോർജ് ജോൺ കൊച്ചുപറമ്പിലിനെതിരെ 2 വിമത സ്ഥാനാർത്ഥികളുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും കൗൺസിലറുമായ ആനി ജോർജ്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബഷീർ ഇബ്രാഹിം എന്നിവരാണ് വിമത സ്ഥാനാർത്ഥികൾ. അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ കൗതുകമുണർത്തി കപ്പിൾ കാൻഡിഡേറ്റ്സ്. കളരിക്കൽ വീട്ടിൽ സത്യനും ഭാര്യ ജിജിയുമാണ് ഒരേ പഞ്ചായത്തിലെ NDA സ്ഥാനാർത്ഥികൾ. സത്യൻ 11-ാം വാർഡിലും ജിജി 3-ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒരുമിച്ച് അവണൂർ പഞ്ചായത്തിലെ ദമ്പതികളായ NDA സ്ഥാനാർത്ഥികൾ ശ്രദ്ധേയരാവുകയാണ്. 11-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് TP സത്യൻ. ഭാര്യ ജിജി സത്യൻ 3-ാം വാർഡിലെയും. ജീവിതത്തിൽ വിജയം നേടിയ പോലെ തിരഞ്ഞെടുപ്പിലും തുല്യ വിജയം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് സത്യനും ജിജിയും. എല്ലാവർക്കും നമ്മളെ രണ്ടാളും കാണുമ്പോൾ ഒരു കൗതുകമാണ്. ഒരു വീട്ടിൽ നിന്ന് വരുന്നതായ കാരണം നല്ല സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വിജയം സാധിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. എവരി സക്സസ്ഫുൾ വുമൻ്റെ ബാക്കിൽ എപ്പോഴും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടായിരിക്കുമല്ലോ, അതേപോലെ തന്നെ തിരിച്ചും ആ രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത്. കുടുംബജീവിതത്തിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സജീവമാവുകയാണ് ഇരുവരും ഒരുമിച്ചിറങ്ങി അവരുടേതായ സ്ഥലങ്ങളിലേക്ക് എത്തിയുള്ള പ്രചരണം. പിന്നീട് വൈകിട്ട് വീട്ടിലേക്ക് ഒന്നിച്ചുള്ള മടക്കം. ഒരുമിച്ചുള്ള പ്രചരണം നാട്ടുകാരിലും സഹസ്ഥാനാർത്ഥികളിലും കൗതുകമുണർത്തുകയാണ്. ഏത് സമയത്ത് എപ്പോൾ ആര് വിളിച്ചാലും ഓടി വരാനും അത് സമയം നോക്കാതെ ഓടി വന്ന് കയറിൽ വ്യവസ്ഥ ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യക്തികളാണ് അവർ. അതിപ്പോൾ അവർ ഒരു ചേച്ചിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പലതും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. ഇരുവരുടെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഓരോ വീടുകളും കയറി പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ദമ്പതികൾ. അമൃത ന്യൂസ്, തൃശൂർ. കാസർഗോഡ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ അമ്മയും മകനും സ്ഥാനാർത്ഥികൾ. അനിതയും അനുരാജും BJPക്ക് വേണ്ടി ജനവിധി തേടുകയാണ്. അമ്മയും മകനും BJP സ്ഥാനാർത്ഥികളായത് പ്രവർത്തകരെ ഏറെ ആവേശത്തിലാഴ്ത്തുകയാണ്. CPM ശക്തി കേന്ദ്രമായ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് മലപ്പച്ചേരിയിൽ BJP സ്ഥാനാർത്ഥിയായി അനിത ജനവിധി തേടുമ്പോൾ മകൻ അനുരാജ് വാർഡ് 5 കാഞ്ഞിരപ്പൊയിൽ നിന്നാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. 2020 മലപ്പച്ചേരിയിൽ നിന്ന് മത്സരിച്ച് CPM കേന്ദ്രത്തിൽ നടത്തിയ പോരാട്ടത്തിൽ 208 വോട്ടുകൾ നേടി ഇടത് കോട്ടകളെ ഇവർ ഞെട്ടിച്ചിരുന്നു. ഇത്തവണ വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അനിത. സന്തോഷം. 3-ാം തവണ മത്സരിക്കുന്നത് ഞാൻ, മോൻ 1-ാം തവണ. അപ്പോൾ ആദ്യം ഞാൻ 5-ാം വാർഡിൽ മത്സരിച്ചതാണ്. ഇപ്പോൾ മോൻ മത്സരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മത്സരിക്കുന്നത് 6-ാം വാർഡ് മൽപ്പച്ചേരി കോതോട്ടുപാറ. എൻ്റേത് കന്യാംഗമാണ്. അപ്പോൾ മാക്സിമം വിജയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട്. വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ. അനിതയും അനുരാജും 1-ാം ഘട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ്. അനുരാജ് ഇതാദ്യമായാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കോഴിക്കോട് മാനാഞ്ചിറയിൽ പൊളിച്ചിട്ട റോഡിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പാണ് റോഡ് നവീകരണത്തിനായി പൊളിച്ചിട്ടത്. 1 മാസത്തിനകം റോഡ് നവീകരണം പൂർത്തിയാക്കുമെന്നായിരുന്നു കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞിരുന്നത്. കോഴിക്കോട് നഗരഹൃദയത്തിൽ റോഡിങ്ങനെ പൊളിച്ചിട്ടിട്ട് 1 മാസമാവുന്നു. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള ജോലിയും നടക്കുന്നില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കേണ്ട ജോലിയാണ് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത്. റോഡ് കുത്തിപ്പൊളിച്ചിട്ട് മാസം 1 തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. സ്ഥലത്തൊരു മണ്ണുമാന്തി യന്ത്രവും റോഡ് റോളറും വിശ്രമിക്കുന്നുണ്ട്. 1-2 ജോലിക്കാരുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ മിഠായി തെരുവിന് മുമ്പിലെ വെള്ളക്കെട്ട് സ്ഥാനാർത്ഥികൾക്ക് ക്ഷീണമാകും. ഇത് മുൻകൂട്ടി കണ്ട് യാത്രക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നു റോഡ് നിർമ്മാണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദിവസങ്ങൾ കൊണ്ട് തീർക്കാവുന്ന റോഡ് നിർമ്മാണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാർ. നഗരത്തിലെ ഗതാഗത സംവിധാനം താറുമാറായിട്ട് ആഴ്ചകളായി. വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഓരോരോ സംഗതികൾക്ക്. ഇവിടുന്ന് ഇപ്പം നമ്മുടെ മാനാഞ്ചിറ ആ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മുടെ മറ്റേ BM സ്കൂളിൻ്റെ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ 1 വേ അടിച്ച് ഇതിലേ പോകണം. SBI ബാങ്കിൻ്റെ അതിലേ പോകണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയില്ല. ഒരു പെട്ടെന്ന് 2 ആഴ്ച എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എത്ര ആവുന്നതെന്ന് അറിയില്ല.
ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നതോടെയാണ് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുള്ളത്. ഇതോടെ മിഠായി തെരുവിൽ ഉൾപ്പെടെ കച്ചവടവും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. മാനാഞ്ചിറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എപ്പോഴാണ് പൂർത്തിയാവുകയെന്ന കാര്യത്തിൽ കോർപ്പറേഷൻ അധികൃതർക്കും നിശ്ചയമില്ല. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. 68 കൊല്ലമായിട്ടും മായാതെ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചുമരെഴുത്തുണ്ട് കൊച്ചിയിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതാണ് ഇത്. ഇടപ്പള്ളി മാർക്കറ്റിലെ കെട്ടിടത്തിന്റെ ചുമരിൽ ഒരു കേടും സംഭവിക്കാതെ ഇത് ഇപ്പോഴും കാണാം. സോഷ്യൽ മീഡിയ റീലുകളും AI വീഡിയോകളും ഒക്കെ വന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചുമരെഴുത്ത് ഇപ്പോഴും താരമാണ്. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ചുമരെഴുത്താണ് ഇടപ്പള്ളി മാർക്കറ്റിലുള്ളത്. 68 കൊല്ലം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതാണ് ഈ കാളപ്പെട്ടി ചുമരെഴുത്ത്. ഇടപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ കെട്ടിടത്തിന്റെ ചുമരിലാണ് ഇതുള്ളത്. 1957 കോൺഗ്രസ് സ്ഥാനാർത്ഥികളായും നിയമസഭയിലേക്ക് മത്സരിച്ച AV ജോസഫിനും ലോക്സഭയിലേക്ക് മത്സരിച്ച AM തോമസിനും വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് എഴുതിയത്. കമ്മ്യൂണിസ്റ്റിൻ്റെ അരിവാൾ അനുസരിച്ചാണ് അതേ കാളപ്പെട്ടിയാണ് കോൺഗ്രസിൻ്റെ. ഇതുപോലെ ഒരുപാട് പാർട്ടികളൊന്നുമില്ല, രണ്ട് മൂന്ന് പാർട്ടികളേ ഉള്ളൂ. അപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ ചിഹ്നം കാളയായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വോട്ട് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ പെട്ടിയാണ്, അതിൽ കോൺഗ്രസ്സുകാരനെ കാളപ്പെട്ടിയിൽ കൊണ്ടുപോയി ബാലറ്റ് പേപ്പർ ഇടും. അന്ന് ഇടപ്പള്ളി മാർക്കറ്റിൽ നിന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചവടമൊക്കെ ഉള്ളതാണ്. ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകണം. 2 സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണ്. മരത്തിന്റെ ഇലകളും ഇഷ്ടികപ്പൊടിയും ചാലിച്ചുണ്ടാക്കിയ നിറക്കൂട്ടുകൊണ്ടാണ് ഈ ചുമരെഴുത്ത് എഴുതിയിരിക്കുന്നത്. അക്കാലത്ത് യൂത്ത് കോൺഗ്രസ് ഓഫീസായിരുന്നു ഈ കെട്ടിടം. ഈ പ്രദേശം കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു കാളപ്പെട്ടി. അന്ന് ലോക്സഭയിലേക്ക് 2ാം വട്ടവും AM തോമസ് വിജയിക്കുകയും നിയമസഭയിലേക്ക് മത്സരിച്ച AV ജോസഫ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. താൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിന് പാർട്ടി നൽകിയ ഉത്തരവാദിത്വമാണ് സ്ഥാനാർത്ഥിത്വമെന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും ഫാത്തിമ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കൃത്യമായ നിലപാട് പറയുന്ന യൂത്ത് ലീഗിലെ വേറിട്ട ശബ്ദമാണ് ഫാത്തിമ തഹ്ലിയ. ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരിപ്പോൾ കുറ്റിച്ചിറ ഡിവിഷനിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? വളരെ ഗംഭീരമായിട്ട് പോകുന്നു. ഇപ്പോൾ വീടുകൾ കയറിയാണ്, ഹൗസ് ക്യാമ്പയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമായിട്ട് ആളുകളെ മാക്സിമം കാണാനുള്ള ശ്രമത്തിലാണ്. CH ഒക്കെ പ്രചാരണം തുടങ്ങിയത് അതായത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. എങ്ങനെ ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള പഴയ ആളുകളൊക്കെ അതേക്കുറിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇവരെ പോലെയുള്ള ആളുകൾ CHനെ കുറിച്ച് പറയുമ്പോൾ അവരുടെയൊക്കെ വികാര വായ്പകൾ ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ആളുകൾ CHന്റെ പാർട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അഭിസംബോധന പോലും ചെയ്യുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ലീഗിലായാലും MSFലായാലും ഒരു ഹരിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുമ്പോൾ എങ്ങനെയാണ് പിന്തുണ കിട്ടുന്നത്? പാർട്ടി പറഞ്ഞു, അനുസരിച്ചു. ഇവിടെ ഇറങ്ങിയപ്പം ആളുകളുടെ സ്നേഹം യഥാർത്ഥത്തിൽ പാർട്ടി പറഞ്ഞ ആ ഒരു ഉത്തരവാദിത്തം ചെയ്യാൻ 100% എനിക്ക് എനർജി തരുന്നുണ്ട്. അതിനെ ആ രൂപത്തിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഈ കുറ്റിച്ചിറ ഡിവിഷൻ രൂപീകരിച്ചതിന് ശേഷം ഒരു 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചിരുന്നു. 1000 വോട്ട് വരെയൊക്കെ കിട്ടിയിരുന്നത് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ തവണ അത് കുറഞ്ഞുപോയി, വളരെ കുറഞ്ഞുപോയത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ ഭൂരിപക്ഷം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ എക്സ്പെക്റ്റേഷനിലാണുള്ളത്. മാത്രമല്ല ഇത് കോഴിക്കോട് കോർപ്പറേഷനിലെ ആളുകൾ, അധികാരികൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. ഡീലിമിറ്റേഷന് ശേഷം ഈ വാർഡിൽ ഏകദേശം 10,000-ലധികം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലെ തന്നെ 2ാമത്തെ കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡ് കൂടിയാണിത്. മാക്സിമം ആളുകളെ കാണുക, ഞങ്ങൾക്കിത് പോസിബിൾ ആണ് എന്നുള്ളത് കോർപ്പറേഷനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അശാസ്ത്രീയമായിട്ടുള്ള ഡീലിമിറ്റേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട്, കേസ് പെൻഡിങ്ങിലാണ്. ഞങ്ങൾ മാക്സിമം ആളുകളോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആളുകൾക്ക് ഞങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതൊരു ജനപിന്തുണയായിട്ട് ഞങ്ങൾക്ക് വോട്ടുകളായിട്ട് മാറും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ LDFും UDFും പ്രചാരണം ശക്തമാക്കുമ്പോൾ സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ച് പ്രചാരണം ഹൈടെക് ആക്കുകയാണ് BJP. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP വിതരണം ചെയ്യുന്ന സ്ലിപ്പിൽ ചില കൗതുകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്.
ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ള കരുത്തരെ കളത്തിലിറക്കി ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP-യുള്ളത്. കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുമെന്നാണ് BJP വാഗ്ദാനം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണെന്ന് BJP-യുടെ കൊടുങ്ങാനൂരിലെ സ്ഥാനാർത്ഥി VV രാജേഷ് പറഞ്ഞു. 2 QR കോഡ് ഉണ്ടാവും. അതിൽ താമര ചിഹ്നത്തിന് താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ BJP-യുടെ അഭ്യർത്ഥന ഒരു 45 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന BJP-ക്ക് ഭരണം ലഭിച്ച ശേഷം 45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമെന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനം അടങ്ങുന്ന ആ അഭ്യർത്ഥന ലഭിക്കും. രണ്ടാമത്തെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ വോട്ടർക്ക് അദ്ദേഹം ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് ചെയ്യേണ്ടത് അവിടുത്തെ റൂട്ട് കാണിക്കുന്ന ഗൂഗിൾ മാപ്പിൽ റൂട്ട് തെളിഞ്ഞു വരും. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ലിപ്പിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന BJP-യാണ്. ഇതൊരു സന്ദേശമാണ്. പുതിയ സാങ്കേതിക വിദ്യ സാധാരണക്കാർ നെഞ്ചേറ്റുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. ഇന്നലെയും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ തുടരുന്ന വിൽപ്പനയും ഒപ്പം തന്നെ ഉയർന്ന നിലവാരത്തിൽ ചെറുകിട നിക്ഷേപകർ ലാഭമെടുക്കാൻ ശ്രമിക്കുന്നതുമാണ് ഇപ്പോഴത്തെ ഒരു നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം. വിപണി എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താവുന്ന രീതിയിലായിരുന്നു ഇന്നലെ ഉണ്ടായ വിൽപ്പന. അവസാന മണിക്കൂറിലാണ് വലിയ തോതിലുള്ള വിൽപ്പന വിപണിയിൽ ഉണ്ടായത്. അതും മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിൽപ്പനയായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഈ മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു വിൽപ്പനയും വിപണിയിൽ പ്രകടമായിരുന്നു. നവംബർ സീരീസ് നഷ്ടത്തിലായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. ഒക്ടോബറിൽ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം ഈ ഒരു മാസം നിലനിർത്താനുമായില്ല. വരും ദിവസങ്ങളിലും ഏറ്റക്കുറച്ചിൽ തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പതിവായിരുന്നു. വരും ദിവസങ്ങളിലും ആ ഒരു ഏറ്റക്കുറച്ചിൽ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആഗോള ഘടകങ്ങൾ അനുകൂലമായിരിക്കുമ്പോഴും ഇവിടെ തുടരുന്ന ഈ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ-US വ്യാപാര കരാർ ഇപ്പോഴും നീണ്ടുപോകുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അതിനൊരു സമവായത്തിലെത്തി ഒരു പുതിയൊരു കരാർ ഉണ്ടായി നിലവിൽ വരുമ്പോൾ മാത്രമേ ഇനി വിപണിയിൽ ഒരു മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുള്ളൂ. അതുവരെ ഈ ഒരു അനിശ്ചിതാവസ്ഥയും ഒപ്പം തന്നെ വിൽപ്പനയും തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്നും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രകടമാവും. ഒപ്പം തന്നെ ഇന്ന് നേരിയ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും വിപണിയുടെ നീക്കത്തിലേറ്റവും നിർണായകമാവുക. കായിക വാർത്തകളിലേക്ക്. ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. ഒരു ദിവസവും 8 വിക്കറ്റും ശേഷിക്കെ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 522 റൺസാണ്. 549 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ആതിഥേയർക്ക് രണ്ടാം ഇന്നിംഗ്സിലും ബാറ്റിംഗ് തകർച്ചയാണ്. 4-ാം ദിനം 2 വിക്കറ്റ് നഷ്ടത്തിൽ 27 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ക്രീസ് വിട്ടത്. 2 റൺസോടെ സായ് സുദർശനും 4 റൺസോടെ നൈറ്റ് വാച്ച്മാൻ കുൽദീപ് യാദവുമാണ് ക്രീസിൽ. 13 റൺസെടുത്ത ജയ്സ്വാളിൻ്റെയും 6 റൺസെടുത്ത KL രാഹുലിൻ്റെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കും തോൽവി. ക്ലബ് ലോകകപ്പ് ചാമ്പ്യന്മാരായ ചെൽസിയാണ് സ്പാനിഷ് ക്ലബ് ആയ ബാഴ്സലോണയെ തോൽപ്പിച്ചത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ചെൽസിയുടെ ജയം. ഇംഗ്ലീഷ് ക്ലബ് ആയ മാഞ്ചസ്റ്റർ സിറ്റി 2 ഗോളിനാണ് ജർമ്മൻ ക്ലബായ ലെവർക്യൂസനോട് തോറ്റത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനലിലൂടെ. നമസ്കാരം.